and I will climb, I will soar. ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മഴവെള്ള സംഭരണിയുടെ ആവശ്യകത എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. നമ്മളിൽ പലരും നേരിടുന്നതും വരും തലമുറ നേരിടാൻ പോകുന്നതുമായ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ശുദ്ധജല ദൗർലഭ്യം. ജലം ജീവന് അത്യന്താപേക്ഷിതമാണ്. അതിൻ്റെ ദൗർലഭ്യം നമ്മുടെ പരിസ്ഥിതിയിലും സമ്പദ് വ്യവസ്ഥയിലും മനുഷ്യന്റെ ശരീരത്തിലുമെല്ലാം ഗുരുതരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. 44 നദികളാണ് കേരളത്തിലൂടെ ഒഴുകുന്നത്. ഏകദേശം 3000 മില്ലി ക്യൂബിക് മീറ്റർ മഴയാണ് ശരാശരി കേരളത്തിൽ ലഭിക്കുന്നത്. കേരളത്തിൽ ലഭിക്കുന്ന ഭൂഗർഭ ജലത്തിന്റെ അളവ് 6.07 മില്ലി ക്യൂബിക് മീറ്റർ ആണ്. എന്നിട്ടും കേരളത്തിലുള്ള ഒരു ഗ്രാമപ്രദേശത്തിൽ ലഭിക്കുന്ന ശുദ്ധജലത്തിന്റെ അളവ് വെറും 29% മാത്രമാണ്. ഇത്രയധികം നദികളുണ്ടായിട്ടും ഇത്രയധികം വെള്ളം ലഭിച്ചിട്ടും ഇത്രയധികം കുറയാനുള്ള കാരണം മലിനീകരണം തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ശുദ്ധജല ഭൂരിസദസ്സുകൾ പകുതിയോളം മലിനീകരണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനു പുറമെ വർദ്ധിച്ചു വരുന്ന താപനിലയും മഴയിലുണ്ടാകുന്ന കുറവും ശുദ്ധജലം കുറയാനായി കാരണമാകുന്നു. വേനൽക്കാലമായാൽ പൈസ കൊടുത്ത് വെള്ളം മേടിക്കേണ്ട അവസ്ഥയിൽ കൂടിയാണ് നാം ഏവരും ഇപ്പോൾ കടന്നു പോകുന്നത്. ഇനി വരും നാളുകളിൽ ഇതിനേക്കാൾ രൂക്ഷമാകുമെന്ന് പല പഠനങ്ങളും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ സമയത്താണ് മഴവെള്ള സംഭരണിയുടെ ആവശ്യകത വർദ്ധിച്ചു വരുന്നത്. മഴക്കാലത്ത് വെള്ളം പാഴാക്കാതെ അത് പ്രത്യേക സംഭരണികളിലാക്കി വെച്ച് അത് വേനൽക്കാലത്ത് ഉപയോഗിക്കുന്നതിനെയാണ് മഴവെള്ള സംഭരണി എന്ന് ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ ഒരാൾക്ക് ഒരു ദിവസം ഉപയോഗിക്കാനുള്ള വെള്ളത്തിൻ്റെ അളവ് 150 ലിറ്ററാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു വർഷം ഏകദേശം 55,000 ലിറ്റർ വെള്ളമാണ് ആവശ്യമായി വരുന്നത്. ഇനി ഞാൻ നിങ്ങളോട് 100 മീറ്റർ പെരുപ്പളവുള്ള ഒരു വീട്ടിൽ നിന്ന് പരമാവധി ശേഖരിക്കാൻ പറ്റുന്ന വെള്ളം എത്രയാണെന്ന് പറയാം. ഒരു വർഷം ഏകദേശം 2 ലക്ഷം ലിറ്റർ വെള്ളമാണ് ശേഖരിക്കാൻ പറ്റുന്നത്. 4 പേരുള്ള ഒരു കുടുംബത്തിന് ഒരു വർഷം ഉപയോഗിക്കാനുള്ള ജലം. എന്നാൽ ഇത് പൂർണ്ണമായും ശേഖരിക്കാൻ പറ്റുന്നതല്ല. ഇതിനായി വലിയ സംഭരണികൾ ആവശ്യമായി വരും. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ വെള്ളം എങ്ങനെയാണ് ഉപകരമായി ഉപയോഗിക്കാമെന്ന് പറഞ്ഞു തരാം. പരമാവധി വെള്ളം സ്റ്റോർ ചെയ്തു വെക്കുക. അതിനായി ഇപ്പോൾ പലതരം സംഭരണികൾ ലഭ്യമാണ്. ഇനി ചെയ്യേണ്ടത് എന്തെന്നാൽ ഭൂഗർഭ ജല റീചാർജിങ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓടയിൽ നിന്ന് വരുന്ന വെള്ളം കിണറിലേക്കും കുളർക്കിണറിലേക്കും പോയി റീചാർജ് ആകുന്നതാണ്. മഴവെള്ള സംഭരണി പ്രകൃതി ദുരന്തങ്ങളെ നിർത്തുവാനും ഭാവി തലമുറയ്ക്ക് വെള്ളം സംഭരിക്കാനുമായ വളരെ വലിയൊരു നല്ല കാര്യമാണ്. ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. എന്താണെന്ന് വെച്ചാൽ ഓരോ തുള്ളിയും സംരക്ഷിക്കുക എന്നതാണ് നമ്മളുടെ ജീവൻ. നന്ദി, നമസ്കാരം.